രാവിലെ എഴുന്നേറ്റ് പത്രം വായിച്ച ഇന്ന് സർക്കാരിനെതിരെ ഏത് വിഷയത്തിൽ പ്രതിഷേധിക്കാം എന്ന് തീരുമാനിക്കുന്ന ചിലരുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെ വിഷയങ്ങൾ ഏറ്റെടുത്ത് രാജ്യത്ത് കലാപമുണ്ടാക്കാൻ കൊട്ടേഷൻ ഏറ്റെടുത്ത ഈ അരാജകവാദികൾ ഡൽഹി ജന്തർ മന്ദറിൽ വീണ്ടും സമരനാടകം തുടങ്ങാൻ പോവുകയാണ്. അതെ, CJP അഥവാ പാറ്റ പാർട്ടി തങ്ങളുടെ പ്രക്ഷോഭത്തിന്റെ സീസൺ 2 ഉടൻ ആരംഭിക്കുമെന്ന് അതിന്റെ തലവൻ അഭിജിത് ദിൻകെ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്തിനാണ് ഇപ്പോൾ ഒരു സീസൺ 2? കഴിഞ്ഞ തവണ നീറ്റ് പരീക്ഷാ വിവാദം ഉയർത്തിക്കാട്ടി ഇവർ തെരുവിലിറങ്ങിയപ്പോൾ ഇവരുടെ പ്രഖ്യാപിത ലക്ഷ്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയായിരുന്നു. പക്ഷെ സത്യത്തിൽ അതൊരിക്കലും സംഭവിക്കരുത് എന്നായിരുന്നു ഈ പാർട്ടികളുടെ ഉള്ളിലിരുപ്പ്. കാരണം ഈ സമരം വലിയൊരു കലാപമായി മാറണം, വിദ്യാർത്ഥികൾക്ക് നേരെ കേന്ദ്രസേനയ്ക്ക് വെടിവെക്കേണ്ടി വരണം, അങ്ങനെ കുറച്ച് രക്തസാക്ഷികളെ കിട്ടണം, അതുവഴി അന്താരാഷ്ട്ര മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റി രാജ്യം കത്തിച്ച് മോദി സർക്കാരിനെ താഴെയിറക്കാം എന്നതായിരുന്നു ഇവരുടെ വ്യാമോഹം. എന്നാൽ സർക്കാർ വളരെ സംയമനത്തോടെ പ്രശ്നം കൈകാര്യം ചെയ്തതോടെ ഈ അജണ്ട പൂർണ്ണമായും പൊളിയുകയായിരുന്നു. പുറമേ വലിയ വിജയമെന്ന് ഇവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ചോര വീഴാത്തതിന്റെയും രക്തസാക്ഷികളെ കിട്ടാത്തതിന്റെയും ഒക്കെ വലിയ നിരാശയിലാണ് ഈ പാർട്ടികൾ. ആ ലക്ഷ്യം വീണ്ടും കാണാനാണ് ഇപ്പോൾ സീസൺ 2 എന്ന പേരിൽ ഇവർ വീണ്ടും വരുന്നത്. ജാർഖണ്ഡിലെ വിദ്യാർത്ഥി സമരത്തിന് പൂർണ്ണ പിന്തുണയുണ്ടെന്ന ഒരു പാട്ടത്തലവന്റെ മറ്റൊരു വീരവാദം ആത്മാവ് കൊണ്ടുള്ള പിന്തുണയായിരിക്കും. കാരണം ജാർഖണ്ഡിലെ വിദ്യാർത്ഥികൾ നേരിട്ട് സഹായം ചോദിച്ചപ്പോൾ ഒഴിഞ്ഞു മാറിയ ഈ മാനിന്റെ ഇരട്ടത്താപ്പ് അവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെ വീഡിയോയിലൂടെ വലിച്ചു കീറിയത് നമ്മൾ കണ്ടതാണ്. ഇവർക്ക് വിദ്യാർത്ഥികൾ വെറും ഒരു മറ മാത്രമാണ്. അടുത്തത് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും കസേരയിൽ നിന്ന് എഴുന്നേൽപ്പിക്കണം എന്നൊക്കെ അനുഭാവികളുടെ ആൾക്കൂട്ടം വിളിച്ചു കൂവുമ്പോൾ നമ്മളിവിടെ ജന്തർ മന്ദറിൽ ഇരിക്കുമ്പോൾ BJP സർക്കാർ കസേരയിൽ നിന്ന് എഴുന്നേൽക്കേണ്ടി വരും എന്നായിരുന്നു അഭിജിത്തിന്റെ പരസ്യമായ വെല്ലുവിളി. എന്നാൽ അഭിജിത്തിന്റെ ഈ ഡയലോഗ് കേട്ടതും ഡൽഹി പോലീസ് അഭിജിത്തിനെ ലക്ഷ്യമാക്കി നടന്നു. അതുകൊണ്ട് പേടിച്ച് വിറച്ച പാറ്റ തലവൻ 10 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പോകും സാറേ എന്ന് കെഞ്ചി പറഞ്ഞ് കൂട്ടാളികളെയും കൂട്ടി അവിടെ നിന്ന് ഓടി ഒളിച്ചു. ഏതായാലും ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ രാജ്യത്ത് വീണ്ടും അരാജകത്വം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇവരുടെ ഈ സീസൺ 2 നാടകത്തിന്റെ അരങ്ങൊരുങ്ങുകയാണ്. വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ, പണം വാങ്ങിപ്പോയില്ലേ. അതുകൊണ്ട് സമരത്തിനായി പുതിയൊരു കാരണം ഇവർ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സർക്കാർ സ്കൂളുകൾ രാജ്യത്ത് അവഗണിക്കപ്പെടുന്നു എന്നാരോപിച്ച് ഈ വരുന്ന ഓഗസ്റ്റ് 15-ന് പുതിയൊരു ക്യാമ്പയിൻ തുടങ്ങാനാണ് CJPയുടെ തീരുമാനം. ഗ്രാമങ്ങളിലെ സർപഞ്ചുമാരെ കൊണ്ട് സ്കൂളുകൾ നന്നാക്കാൻ ആവശ്യപ്പെടുമെന്നും അവർ വഴങ്ങിയില്ലെങ്കിൽ അവിടെ പോയി സമരം ചെയ്യുമെന്നുമാണ് ഇവരുടെ പുതിയ ഭീഷണി. ലാത്തി കണ്ടാൽ ഓടുന്നവരാണ് ഇപ്പോൾ വീണ്ടും വിപ്ലവം പ്രസംഗിക്കുന്നത്. പോലീസിന്റെ അടി വരുമ്പോൾ പാറ്റ തലവന്മാരൊക്കെ പതിയെ സ്കൂട്ടാകും, വല്ല പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും പോയി ഒളിക്കും. ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വളരെ വ്യക്തമാണ്: വിദ്യാർത്ഥികളുടെ അവകാശങ്ങളോ സർക്കാർ നയങ്ങളോ അല്ല ഇവരുടെ വിഷയം. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്ര സർക്കാരിനെ നേരിട്ട് തോൽപ്പിക്കാൻ കഴിയാത്ത ചില രാജ്യവിരുദ്ധ ശക്തികളുണ്ട് നമ്മുടെ നാട്ടിൽ. അവരുടെ പണം വാങ്ങി അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രം ഇറങ്ങിയിരിക്കുന്ന വെറും ഡമ്മി സംഘങ്ങളാണ് ഈ പാറ്റകൾ. സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ആർക്കും മനസ്സിലാകുന്ന ഈ അരാജകവാദികളുടെ ഗൂഢാലോചനകളെ പൊതുസമൂഹം തിരിച്ചറിയുക തന്നെ വേണം. ന്യൂസ് ഡെസ്ക്.